എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണം? കുറച്ചും കൂടി ബോസ്, വേഗം. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ സത്യങ്ങളെല്ലാം അറിയണം. എന്നിട്ട് അവൻ ചെയ്ത ഓരോന്നിനും എണ്ണി പകരം ചോദിക്കണം. വെയിറ്റ് ഫോർ മീ ആദം. ഒരിക്കൽ ഞാൻ സത്യം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നിനക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ഞാൻ നിന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കും. Boss, we find it. Adam, your countdown starts now. Does it feel it now? Especially since we've been united, shadow one day, but I'm gonna watch now. Exorcism and demons got running around the bar. Listen to now. It's all that you running from the ghost. I want it cut out. You can't dance with the devil in the eye. Brother's getting colder. What are you doing? I've been forced to descend. Your lips are addicting red. എന്ന് ഞാൻ ആദ്യമായി നിന്റെ ചുണ്ടുകളെ രുചിച്ചു, അന്നു മുതൽ എനിക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത മധുരമായി അത് തീർന്നു കഴിഞ്ഞു. റെഡ്, ഇറ്റ് വാസ് ലൈക്ക് എ ഡ്രഗ് ദാറ്റ് കിൽഡ് മീ. ആർത്തർ, leave me. തനിക്ക് പോകാൻ സമയമായില്ലേ? എന്നെ പറഞ്ഞേക്കാൻ ശ്രമിക്കുകയാണോ? റെഡ്, ഓക്കെ ദെൻ ഐ ആം ഗോയിങ്. ടേക്ക് കെയർ. താൻ പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഐ നോ, വൈകിട്ട് കാണാം. അങ്ങനെ പറയണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്തേലും ആട്ടെ. Say I'm on the floor. Dance the night away, grab somebody, drink a little more. ഷാഡോ, വരണം. എന്തൊക്കെയുണ്ട് വിശേഷം? ഗുഡ്. ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ഗുഡ്. എന്തിനാ എന്നെ വിളിച്ചത്? ഹൗ ഈസ് യുവർ വൈഫ് ഡൂയിങ്? I don't know about her. You already know that. ഞാൻ അവളോട് അധികം സംസാരിക്കാറില്ല. അവൾ എൻ്റെ പൊസിഷൻ മാത്രമാ, ഭാര്യ എന്ന പദവി മാത്രം. Good. Now I let that woman become a weakness. അവൾ ഒരിക്കലും എൻ്റെ വീക്ക്നെസ് ആകില്ല. അവളല്ല, വേറെ ആർക്കും, വേറൊന്നിനും എൻ്റെ വീക്ക്നെസ് ആവാൻ കഴിയില്ല. അതുകൊണ്ടാണോ മുൻപത്തെ പോലെ വേറൊരു സ്ത്രീയുടെ കൂടെ ഞാൻ നിന്നെ കാണാത്തത്? യു ആസ്ക് മീ ടു മാരി ഹെർ. അതുകൊണ്ട് ഞാൻ അവളെ മാരി ചെയ്തു. എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ പറഞ്ഞു തരാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ ഗ്രാൻഡ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബീയിങ് മാരിഡ്, ഐ ഷുഡ് സ്റ്റേ ലോയൽ ടു മൈ വൈഫ് നോ മാറ്റർ വാട്ട്. ഐ നോ യു ഹാവ് ബീൻ റൈസ്ഡ് വെരി വെൽ ബൈ യുവർ ഗ്രാൻഡ്മ. പക്ഷേ നിന്നെ ഗൻ പിടിക്കാൻ പഠിപ്പിച്ചത് ഞാനാ, മറക്കണ്ട. യാ, ഐ നോ.
Because of you, I become a monster. നോവയുടെ അമ്മ അവളെ തിരികെ വേണമെന്ന് എന്നോട് ചോദിച്ചു. അതിന് യു നീഡ് ടു ഗീവ് ഹർ ബാക്ക്. നോ, ഐ വിൽ നോട്ട് ഗീവ് ഹർ ബാക്ക്. ഷീ ഈസ് മൈ വൈഫ്. നിനക്ക് അവളൊന്നുമല്ലല്ലോ, പിന്നെന്താ അവളെ തിരികെ കൊടുത്താ? ഞാൻ തന്നെ പോലെയല്ല ഹു ക്യാൻ ചേഞ്ച് വുമൺസ് എവറി സിംഗിൾ ഡേ ലൈക്ക് ക്ലോത്ത്സ്. മൈൻഡ് യുവർ വേർഡ്സ് ഷാഡോ. നിനക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. ഗീവ് ഹർ ബാക്ക്. നോ മീൻസ് നോ ആദം. ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ വീക്ക് ഷാഡോ. ഗീവ് ഹർ ബാക്ക്. ഓക്കെ, എ വീക്ക്. ഹലോ ജിമിൻ. ആർത്തർ. നീ നോവയെ അവളുടെ വീട്ടിലേക്ക് ആക്കിയേക്ക്. വെയിറ്റ്, വാട്ട്? വൈ? ജസ്റ്റ് ഡു വാട്ട് ഐ സേ. ഓ ഓക്കെ. ഹേ. ഓ ഹേ ജിമിൻ, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. സോയയോ? കണ്ടിട്ട് കുറേ നാളായി. അവൾക്ക് സുഖം. വാ അകത്തേക്ക് വാ. എന്തിനാ പുറത്തേ ഞാൻ നിൽക്കുന്നേ? ഏയ്, ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ? ആർത്തർ പറഞ്ഞു തന്നെ വീട്ടിലേക്ക് അയക്കാൻ. വാട്ട്? തനിക്ക് ആവശ്യമുള്ള എല്ലാം പാക്ക് ചെയ്ത് താൻ റെഡിയാക്ക്. ഞാൻ തന്നെ വീട്ടിലേക്ക് അയക്കാം. വെയിറ്റ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതുവരെയും വേറൊരു കുഴപ്പമില്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്ത് പറ്റി? ഐ ഡോണ്ട് നോ either. ഒരു മിനിറ്റ്, ഞാൻ ആർത്തറിനെ ഒന്ന് വിളിച്ചു നോക്കാം. നീ ഇപ്പോൾ വിളിച്ചാലും കിട്ടില്ല, അവനൊരു മീറ്റിങ്ങിലാ. എന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് എന്നെ ആർത്തറിൻ്റെ ഓഫീസ് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഓക്കെ. നീ ഇവിടെ വെയിറ്റ് ചെയ്തോ, ഞാൻ പോയിട്ട് ഇപ്പം വരാം. ഇല്ല, ഞാനും വരുന്നു. മിസ്സസ് ജിയോൺ, മിസ്റ്റർ പാർക്ക്. ആർത്തർ അവിടെ? ആർത്തർ സാർ ഇവിടെ ഇല്ല, ഇപ്പോഴായിട്ട് പുറത്തേക്ക് പോയതേ ഉള്ളൂ. ഓ. നോവ, ലെറ്റ്സ് ഗോ. നോവ, നമ്മൾ തൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കൊന്ന് കോഫി കുടിച്ചാലോ? ഡോ, നോയിക്കൊണ്ടിരിക്കാതെ എടുത്ത് കുടിക്ക്. ഡു യു ലവ് ഹിം? ഡു യു ലവ് ഹിം? അത് പിന്നെ യെസ് ഓർ നോ എന്ന് വെച്ചാ? യെസ്, ഐ ലവ് ഹിം. ഐ ന്യൂ ഇറ്റ്. ഞാൻ അത്രയ്ക്ക് ഓബിയസ് ആണോ? നോ, ബട്ട് ഇപ്പോൾ യു ആർ മോർ ദാൻ ദാറ്റ്. ഇറ്റ്സ് ജസ്റ്റ് വൺ സൈഡ് ലവ്. ആര് പറഞ്ഞത് വൺ സൈഡ് ആണെന്ന്? ഇസിൻ്റെ ഇറ്റ് ഓബിയസ്? ഞാൻ അങ്ങേർക്ക് എത്ര ഹിൻറ്റ് കൊടുത്തെന്നറിയാവോ? ഞാൻ എന്തൊക്കെ കാട്ടിക്കുട്ടിയെന്നറിയാവോ? എൻ്റെ എനർജി വേസ്റ്റ് ആകുമെന്നല്ലാതെ വേറൊരു പ്രയോജനമില്ല. ആർ യു ഷുവർ? ഐ ആം ഡാം ഷുവർ. ദെൻ യു ആർ റോങ്. അങ്ങനെയാണ് ആർത്തറിനെ നീ ഇതുവരെയ്ക്ക് മനസ്സിലാക്കിയിട്ടില്ല. നീ അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓ, എല്ലാവരും എന്തിനാ ഓരോ കാര്യം തന്നെ പറയുന്നേ? വാട്ട്? സോയി ഇത് തന്നെയാ പറഞ്ഞത്, അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ. ഞാൻ ശ്രമിച്ചതാ, എനിക്ക് കഴിയുന്നതിലും അപ്പുറം അവനെ ഞാൻ പഠിച്ചതാ. എന്നിട്ടും എന്തെങ്ങനെ? Do you know that Adam is not his biological father? I don't know. ഇതല്ല, ആർത്തറിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അവൻ എന്നോടൊന്നും പറയാറില്ല. ആൾവേസ് ഷോർട്ട് ആൻസർ ഓർ കമാൻഡിങ് മീ അറൗണ്ട്. ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടേ? എനിക്കവനെക്കുറിച്ച് ബാക്കിയുള്ളവരെ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. സൊസൈറ്റി അവനെ എങ്ങനെ പോർട്രേ ചെയ്തോ ആ ഒരു ചിത്രം മാത്രമേ എനിക്കറിയാവൂ. But he know everything about you. Your family background, all your favorite place, food, flowers, pet, color, what you like or dislike, what you want or not. എന്തൊക്കെ നിനക്ക് നല്ലതാണ്, മോശമാണ്, നിൻ്റെ ഇമോഷണൽ വേരിയേഷൻസ്. നിൻ്റെ മുഖത്തെ നോക്കിക്കൊണ്ട് അവൻ പറയില്ലേ നിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നത് എന്താണെന്ന്?
റെഡ്, നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. ഡു യു വാണ്ട് ഇറ്റ്? ഇഫ് യു ക്യാൻ. നോ റെഡ്, ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു. ബട്ട് ആർത്തർ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അവൻ ഇമോഷൻസ് മറയ്ക്കാൻ മിടുക്കനാ. അവൻ്റെ ഉള്ളിൽ കൂടി എന്ത് ചിന്തയോ ഓടുന്നതെന്ന് ആർക്കും മനസ്സിലാകില്ല. എല്ലാം ശരിയാവും എന്ന് പ്രിറ്റൻഡ് ചെയ്ത് ഞാൻ മടുത്തു ജിമിൻ. ഇനി ഞാനെന്ത് ചെയ്യാനാ? എന്തെങ്കിലും ഒരിക്കലെങ്കിലും ഞാൻ അവന് നൽകുന്ന പ്രണയം അവനെനിക്ക് തിരിച്ചു തരൂ. ഞാനായിട്ട് പറയേണ്ട കാര്യമല്ലേ ഇത്? എന്നാൽ പറയേണ്ട അവനായിട്ട് ഒട്ട് പറയേയില്ല. അതുകൊണ്ട് പറയുക, ഹി ലവ്സ് യു മോർ ദാൻ എനിവൺ, മോർ ദാൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. ബട്ട് ജിമിൻ, ഞാൻ പറയട്ടെ, അവൻ നിന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നത് അവന് നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ വെറുപ്പുള്ളതുകൊണ്ടോ അല്ല. നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാ, നിന്നെ സംരക്ഷിക്കാനായിട്ട്. അവന് നീ ജീവനാണെന്ന ഒരു ചെറിയ സൂചനയെങ്കിലും ആദ്യത്തിന് കിട്ടിയ പിന്നെ നിന്റെ ജീവൻ ആപത്തില്ല. ആർത്തറിനെ അയാളുടെ വരുതിയിൽ കൊണ്ടുവരാൻ നിന്നെ അയാൾ യൂസ് ചെയ്യും. ഒരു പക്ഷേ അവനെ തകർക്കാനായിട്ട് നിന്റെ ജീവൻ പോലും എടുക്കും. ബട്ട് എന്തൊക്കെയായാലും ആർത്തറിന്റെ ഫാദറല്ലേ ആദം. ഇത്രയും നാൾ ആർത്തറിനെ അയാളല്ലേ വളർത്തിയത്. പിന്നെന്താ? ആദത്തിന്റെ കണ്ണിൽ അയാൾക്ക് ഒറ്റ മകനേ ഉള്ളൂ, നിക്കോളാസ് ആദം. ആർത്തർ വളർന്നത് അവൻ്റെ ഗ്രാൻഡ്മയുടെ കൂടെയാ. കുഞ്ഞുനാൾ മുതലേ അന്ന് അവനെ അണ്ടർവേൾഡിലേക്ക് കൊണ്ടുവരുവാനും ഷോർട്ടാക്കാനും വേണ്ടി അവൻ്റെ ഗ്രാൻഡ്മയുടെ തലയിലായിരുന്നു ആദം ഗെഞ്ചോണ്ടിയിരുന്നത്. അവൻ്റെ ഗ്രാൻഡ്മ മരിച്ചതോടെ ആർത്തർ ഫ്രീ ആയി. പിന്നീട് ആർത്തറിനെ വരുതിയിലാക്കാൻ ആദം കണ്ടുപിടിച്ച ഇരയാണ് നീ. അത് ആർത്തറിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാ അവൻ്റെ ചങ്ക് തകർന്നു പോകുന്നുണ്ടെങ്കിലും അവൻ നിന്നെ അകറ്റി നിർത്തിയത്, ഇപ്പോഴും അകറ്റി നിർത്തുന്നത്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നേ അവൻ നിനക്ക് വേണ്ടി എല്ലാം ശരിയാക്കാൻ നോക്കുക. എത്രയും പെട്ടെന്ന് തന്നെ അവൻ ശരിയാക്കും. ഇപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം ഇനിയും അവനെ ഇരുട്ടിൽ തന്നെ നിർത്തരുത്. അവൻ്റെ കൂടെ നീയുണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. എത്ര അകറ്റി നിർത്തിയാലും നീ അവൻ്റെ കൂടെ തന്നെ കാണുമെന്ന് അവനെ മനസ്സിലാക്കുക. അവൻ്റെ വായിക്കൊണ്ട് തന്നെ നീ അവൻ്റെ ജീവനാണെന്ന് പറയിപ്പിക്കുക. വെയിറ്റ് ആൻഡ് വാച്ച് ആർത്തർ. ബോസ്, ആദിത് സാർ വിളിക്കുന്നുണ്ട്. You may leave. ഓക്കെ ബോസ്. You call me? യെസ്, ഞാൻ നിനക്കൊരു ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട്. ചെക്കപ്പ്. ഇന്നേക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അയാളെ തീർത്തേക്ക്. വൈ? ഹീ ഈസ് മൈ റൈവൽ. ദെൻ യു ഡു ഇറ്റ്. ഞാനോടൊരു ബന്ധമില്ലാത്ത കാര്യം ഞാൻ എന്തിനാ ചെയ്യുന്നേ? ജസ്റ്റ് ഡു വാട്ട് ഐ സേ ആർത്തർ. കിൽ ഹിം. തൻ്റെ ശത്രുവല്ലേ അത്? ദെൻ യു ജസ്റ്റ് ഡു ഇറ്റ്. ഇത്രയും നാൾ നീ പോലും അറിയാതെ അയാളുടെ സാമ്രാജ്യം മൊത്തം നീ തകർത്തില്ലേ? അയാളെ ഇഞ്ചിഞ്ചായി നശിപ്പിച്ചില്ലേ നീ? ഇപ്പോൾ ഒറ്റയടിക്ക് അയാളെ തീർത്തേക്ക്. ഞാനോ? എങ്ങനെ? ഇത്രയും കാലം എനിക്ക് ലോയലായിരുന്നു. നീ അവനെ തകർത്തില്ലേ? ഇനിയും എനിക്ക് ലോയലായിരിക്കും. Kill him. Now get out.